2024 മലയാള സിനിമ ഇൻഡസ്ട്രി 206 സിനിമകളുമായി തിരശ്ശീലയിൽ എത്തിയെങ്കിലും വിജയത്തിന്റെ കുറവ് സിനിമാ വ്യവസായത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിരിക്കുകയാണ്. മോഹൻലാൽ സംവിധാനം ചെയ്ത ആദ്യ ഫാന്റസി 3D ചിത്രം ബറോസ് ഡിസംബർ 25-ന് റിലീസ് ചെയ്യുമ്പോൾ ആകെയുള്ള സിനിമകളുടെ എണ്ണം 207 ഉയരും. 2023-ൽ 222 സിനിമകൾ ഇറങ്ങിയിരുന്നു. വാണിജ്യ വിജയത്തിനായി 22 സിനിമകൾ മാത്രം പോരാടിയപ്പോൾ തിയേറ്ററുകൾക്ക് പുറത്തുള്ള വരുമാന സ്രോതസ്സുകളുടെ പ്രതിസന്ധി നിർമ്മാതാക്കൾക്ക് ഏകദേശം 1000 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഒരു 100 കോടി ക്ലബ് ചിത്രമായി ഉയർന്ന് സൂപ്പർ ഹിറ്റ് ചാർട്ടിന്റെ മുന്നിൽ നിന്ന് തമിഴിലും വൻ കുതിപ്പ് നേടി മഞ്ഞുമൽ ബോയ്സ് യുവ സംവിധായകരുടെ മുന്നേറ്റത്തിന്റെയും പ്രതിഭയുടെയും തെളിവായി മാറി. പ്രതിദിന ഷൂട്ടിംഗ് ചെലവ് കുത്തനെ 5 ലക്ഷത്തിലേക്ക് ഉയർന്നതും സാറ്റലൈറ്റ് OTT ഇടപാടുകൾ കുറവായതുമാണ് ചിത്രങ്ങൾക്കുള്ള വ്യാപാര അവകാശങ്ങളുടെ മൂല്യം കുറഞ്ഞു പോകാൻ കാരണമായത്. പ്രേക്ഷകർ ചിത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന പ്രവണത വർദ്ധിച്ചിട്ടുള്ളതാണ് നിർമ്മാതാക്കളുടെ പ്രശ്നങ്ങൾക്ക് മറ്റൊരു ഘടകം. സിനിമയുടെ റിവ്യൂ നോക്കി പ്രേക്ഷകർ സിനിമ കാണാതിരിക്കുന്നു എന്നതും ഒരു കാര്യമാണ്. 2025-ൽ ചിത്രങ്ങളുടെ എണ്ണം 33% കുറയുമെന്നാണ് ഫിലിം ചേംബർ ചൂണ്ടിക്കാട്ടുന്നത്. നിർമ്മാണ ചെലവ് വർദ്ധിക്കുകയും താരങ്ങളുടെ പ്രതിഫലത്തിനുള്ള മാറ്റം ഉണ്ടാവാതിരിക്കുകയും ചെയ്തതോടെ മലയാള സിനിമ അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെ മുന്നേറുമെന്ന് നോക്കുകയാണ് സകലരും. തിയേറ്റർ ത്രസിപ്പിക്കുന്ന വിജയത്തിനായി മലയാള സിനിമാ രംഗത്ത് ഇനി എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് കാലം തെളിയിക്കുമെന്നാണ് പ്രതീക്ഷ. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. സാഗ്, the ultimate entertainment destination. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.